ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിഡ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. ഇനി പഠന പൂർണ്ണത, സംതൃപ്ത പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിഡ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. സിഡ്സി ക്ലാസ് റൂമിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗത്തെ 3ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ ഇന്ന് പൂർവാധികം ഭംഗിയായിട്ട് സംസാരിക്കും. പ്രിയപ്പെട്ട കുട്ടികൾക്ക് എന്തൊക്കെ സംശയമുണ്ടെങ്കിലും അത് തീരത്തക്ക രീതിയിൽ നമ്മൾ ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സിഡ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കേണ്ട പാഠഭാഗം എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. നമുക്കതിനകത്ത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ കുറച്ച് പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന് നമുക്ക് വേണ്ട പാഠഭാഗത്തിൽ വേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷനകത്തെ റേഷ്യോസിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് പറയാം. അതിനകത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് സൈൻ എ. ഇത് വായിക്കുന്നത് സൈൻ ഓഫ് ആംഗിൾ എ എന്നാണ്, പക്ഷേ നമ്മളിവിടെ പറയുന്നത് സൈൻ എ എന്നാണ്. സൈൻ എ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതാണ് സൈൻ എ എന്ന് പറയുന്നത്, സൈൻ ഓഫ് ആംഗിൾ എ. അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് പഠിക്കേണ്ട ഇക്വേഷനാണ് കോസ് എ, റിലേഷനാണ് കോസ് എ. ആ കോസ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ടാൻ എ എന്ന് പറയുന്ന ഭാഗമാണ്. ടാൻ എ എന്ന് പറയുന്ന ഭാഗം, ടാൻ എ എന്ന് പറയുന്നത് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. കണ്ടല്ലോ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് കോട്ട് എ ആണ്. കോട്ട് എ എന്ന് പറയുന്നത് ടാൻ എ എന്ന് പറയുന്ന ടാൻ ഫംഗ്ഷൻ്റെ റെസിപ്രോക്കലാണ് കോട്ട് എ. അപ്പോൾ കോട്ട് എ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വിളിക്കാം, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് കൊസീക്ക് ആണ്. കൊസീക്ക് എ എന്ന് പറഞ്ഞാൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണോ ആ സൈൻ്റെ റെസിപ്രോക്കലാണ് നമുക്ക് പഠിക്കാനുള്ള കൊസീക്ക് എന്ന് പറയുന്നത്. അന്നേരം സൈൻ എന്ന് പറയുന്നതിൻ്റെ റെസിപ്രോക്കലാകുമ്പോൾ കൊസീക്കാകും. കൊസീക്ക് എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ എന്തെന്ന് വിളിക്കാം മക്കളെ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കാം. ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഇക്വേഷനാണ് സീക്ക് എ, മറ്റൊരു റേഷ്യോ ആണ് സീക്ക് എ. സീക്ക് എ എന്ന് പറയുന്നത് കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമുക്ക് പറയാം ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ എന്തെന്ന് വിളിക്കാം മക്കളെ, അഡ്ജസൻറ്റ് സൈഡ് എന്ന് നമുക്ക് വിളിക്കാം. അതാണ്ട് ഈ 6 ഇക്വേഷൻ, ഈ 6 റേഷ്യോസ് നമ്മൾ 10ാം ക്ലാസ്സിൽ പറഞ്ഞാണ്. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്ട് ഈ 3 റേഷ്യോസാണ് വളരെ കാര്യമായി പഠിച്ചിട്ടുള്ളത്. പിന്നെ 3 കാര്യം നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കോട്ട് എ, മറ്റൊന്ന് കൊസീക്ക് എ, മറ്റൊന്ന് സീക്ക് എ. ഇങ്ങനെ നമുക്ക് 6 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. കാരണം സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അടുത്ത ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അടുത്തത് കോട്ട് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അടുത്തത് കൊസീക്ക് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അതുപോലെ തന്നെ സീക്ക് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇങ്ങനെ 6 റിലേഷനാണ് നമുക്ക് പഠിക്കാനുള്ള, 6 റേഷ്യോസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ്, അത് അന്ന് നമ്മൾ 30, 60, 45 ഡിഗ്രികൾ മാത്രമേ പഠിച്ചിട്ടുള്ളായിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ബാക്കി കുറേ റേഷ്യോസും കൂടെ, കുറേ വിലകളും കൂടെ നമ്മൾ റേഷ്യോ ബന്ധത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നു. നമുക്ക് അതിനകത്ത് നമുക്ക് ഒന്നാമത്തെ പറയാം, തീറ്റ എന്ന് പറയുന്നത് ആംഗിളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങൾ പഠിച്ചതാണ്, തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒന്നാണ് 0 ഡിഗ്രി, മറ്റൊന്ന് 30 ഡിഗ്രി, മറ്റൊന്ന് 45 ഡിഗ്രി, അടുത്തത് 60 ഡിഗ്രി,
അടുത്തത് 90 ഡിഗ്രി. ഞാൻ പൊതുവേ വേണ്ട ഭാഗങ്ങൾ അങ്ങ് പറയുകയാണ്, പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം എല്ലാം സംസാരിക്കും. അരം തീറ്റ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇനി ഇതിൻ്റെ എല്ലാം റേഡിയൻ മെഷർ, 0യുടെ റേഡിയൻ മെഷർ 0 തന്നെയാണ്. 30ൻ്റെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് π/6 ആണ്. 45ൻ്റെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് π/4 ആണ്. 60ൻ്റെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് π/3 ആണ്. 90ൻ്റെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് π/2 ആണ്. ഇനി ഇത്രയും വാല്യൂസ് നമുക്കൊന്ന് പഠിക്കണം. കണ്ടല്ലോ, ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് സൈനാണ്. വായിക്കുന്നത് സൈൻ ഓഫ് ആംഗിൾ തീറ്റ, സൈൻ തീറ്റ എന്ന് നമ്മൾ വായിക്കും. സൈൻ തീറ്റ അതിനം അത് വരുമ്പോൾ സൈൻ 0 0. സൈൻ 30ൻ്റെ വില 1/2. സൈൻ 45ൻ്റെ വില 1/√2. സൈൻ 60ൻ്റെ വില √3/2. അതുപോലെ തന്നെ സൈൻ 90ൻ്റെ വില 1. അങ്ങനെ സൈൻ്റെ വിലകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് കോസ് ആണ് നമുക്ക് പറയേണ്ടത്. കോസ് എന്ന് പറയുന്നത് വരുമ്പോൾ കോസ് 0 1, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാൽ മതി. സൈൻ്റെ അവസാന ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് എഴുതിയാൽ കോസ് ആകും. കോസിൻ്റെത് 1. കോസ് 30 എന്ന് പറയുമ്പോൾ ദാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അതായത് √3/2. 45ൻ്റെ വില 1/√2. 60ൻ്റെ വില 1/2. 90ൻ്റെ വില 0. കണ്ടല്ലോ, ഇങ്ങനെ കോസ് എഴുതാം. ടാൻ എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ്. ടാൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സൈൻ ബൈ കോസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടാൻ എന്ന് വിളിക്കാം. അന്നേരം നോക്കിയേ, 0/1 0, 1/2/√3/2 1/√3, 1/√2/1/√2 1, √3/2/1/2 ദാറ്റ് ഈസ് √3. 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. കണ്ടല്ലോ, അത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് കോട്ടാണ്. കോട്ട് എന്ന് പറയുന്ന ടാൻ്റെ റെസിപ്രോക്കലാണ്. അതായത് ഇവിടെ വരുമ്പോൾ നോട്ട് ഡിഫൈൻഡ്, അതാണ് ഞാൻ നോട്ട് എന്ന് എഴുതിയേക്കുന്നത്. അടുത്തത് √3. 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ. √3യുടെ റെസിപ്രോക്കൽ 1/√3. ഇതിൻ്റെ റെസിപ്രോക്കൽ 0. കണ്ടല്ലോ, 0യുടെ റെസിപ്രോക്കലാണ് നോട്ട് ഡിഫൈൻഡ് എങ്കിൽ നോട്ട് ഡിഫൈൻഡിൻ്റെ എന്താണ്? 0 ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് കൊസീക്ക് ആണ്. കൊസീക്ക് എന്ന് പറയുന്നത് സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അന്നേരം 0യുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ്. 1/2ൻ്റെ റെസിപ്രോക്കൽ 2. 1/√2 ആകുമ്പോൾ √2. ഇതിൻ്റെ റെസിപ്രോക്കൽ 2/√3. 1ൻ്റെത് 1 തന്നെ. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സീക്ക് എന്ന് പറയുന്നതാണ് പഠിക്കേണ്ടത്. ഇതിൻ്റെ റെസിപ്രോക്കൽ, കോസിൻ്റെ റെസിപ്രോക്കലാണ് 1. √3/2 2/√3. 1/√2 ദാറ്റ് ഈസ് √2. 1/2 ദാറ്റ് ഈസ് 2. 0യുടേത് നോട്ട് ഡിഫൈൻഡ്. അല്ല, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അറിയണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിക്കാൻ ഇതുണ്ട്. ഇതിനകത്തുനിന്നൊരു ചോദ്യം മസ്റ്റാണ്, ഉറപ്പായിട്ടും കാണും. അതിന് ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. കണ്ടല്ലോ, അത് എത്രയാണ്? സൈൻ 0 എന്ന് പറയുന്നത് തൊട്ട് സൈൻ 90 വരെയുള്ള വിലകൾ, കോസിൻ്റെ 0 തൊട്ട് 90 വരെ, അങ്ങനെ നമുക്ക് ഇതിൻ്റെ എല്ലാ വിലകളും അറിയണം. ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇതിനെ നമ്മൾ റേഡിയൻ മെഷർ എന്ന, നമുക്കിപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പുതിയ സിലബസ് അനുസരിച്ച് നമുക്ക് ഈ റേഡിയൻ മെഷറും ഡിഗ്രി മെഷറും വേണ്ട. നമുക്കത് കഴിഞ്ഞുള്ള പാഠഭാഗം മതി. പരീക്ഷയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമുക്ക് π/6, π/4, π/3, π/2 ഇങ്ങനെയുള്ള ആംഗിൾസും ഇതിൻ്റെ മൾട്ടിപ്പിൾ ആംഗിൾസിനെ എങ്ങനെ മാറ്റാമെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത നമുക്കറിയേണ്ടത് എന്താണ്? ക്വാഡ്രൻ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ക്വാഡ്രൻ്റ് ഭാഗം എങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് ഇതിനെയാണ് നമ്മൾ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്. 4 ഭാഗമാണുള്ളത്. നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇങ്ങനായിരുന്നു. നമുക്ക് ബാക്കിയുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, ക്ലോക്ക് വൈസിലായിരുന്നു. എന്നാൽ നമുക്ക് ഈ ട്രിഗണോമെട്രി പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് കറങ്ങുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. കണ്ടല്ലോ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്,
ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. കണ്ടല്ലോ. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഓൾ പോസിറ്റീവ്. അതായത് എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ പോസിറ്റീവ്. എല്ലാം എന്താണ്? പോസിറ്റീവാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. സൈൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോട്ട് പോസിറ്റീവ്, സീക്ക് പോസിറ്റീവ് ആൻഡ് കൊസീക്ക് പോസിറ്റീവ്. ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ പോസിറ്റീവ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം ഇവിടെ സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്. സൈനും കൊസീക്കും പോസിറ്റീവ്. സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്. ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. ടാനും കോട്ടും തേർഡ് ക്വാഡ്രൻറ്റിൽ ആരാണ് മക്കളെ? പോസിറ്റീവ്. ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. ഇനി അടുത്തത് നാലാമത്തെ ക്വാഡ്രൻ്റ് ആണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ നമുക്ക് എന്ത് വിളിക്കാം? കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്, തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ് ആൻഡ് കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇങ്ങനെ ക്വാഡ്രൻറ്റ് നമ്മൾക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓരോ ക്വാഡ്രൻറ്റ് ബേസിലുള്ള പ്രോബ്ലവും നമുക്ക് ചെയ്യാനുണ്ട്. അന്നേരം ക്വാഡ്രൻറ്റും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അന്നേരം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്, തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്. ഇങ്ങനെ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമ്മൾ ക്വാഡ്രൻ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കണ്ടല്ലോ. ക്വാഡ്രൻ്റ് വാല്യൂസ് നമ്മൾ വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ക്വാഡ്രൻ്റ് ബേസിൽ നമ്മളിപ്പോൾ പഠിച്ച ഈ ക്വാഡ്രൻറ്റിനകത്തുനിന്ന് നമുക്കിനി ആംഗിൾസിനെ കുറിച്ചൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെന്നാണ്ട് ഞാൻ ഈ ക്വാഡ്രൻറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് മായ്ക്കുന്നു. മായിച്ചിട്ട് നമുക്കിതിൻ്റെ ആംഗിൾസിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അതായത് മക്കളെ കണ്ട് ഈ കിടക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഇത് പെർപെൻഡിക്കുലർ ലൈനും ഇത് ഹൊറിസോണ്ടൽ ലൈനുമാണ്. പെർപെൻഡിക്കുലർ ലൈനിൽ വരുന്ന ആംഗിൾ π/2ഉം 3π/2 ആണ്. ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്നത് പൈയും 2πയുമാണ്. കണ്ടല്ലോ. അത് ഇതിനകത്ത് വരുന്ന ആംഗിളുകൾ, ഇത് 90 ആംഗിൾ, അവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ 90, അവിടുന്ന് ഇങ്ങനെ കൂടി ഇവിടെ വരുമ്പോൾ 180 ഡിഗ്രി, അവിടുന്ന് ഇങ്ങനെ കൂടി ഇവിടെ വരുമ്പോൾ 270 ഡിഗ്രി, ഇവിടുന്ന് ഇങ്ങനെ കൂടി ഇവിടെ വരുമ്പോൾ 360 ഡിഗ്രി. 90 വീതം കൂടിയാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഈ ക്വാഡ്രൻറ്റ് നമുക്ക് നോക്കാം. അതാണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്ക് വരുമ്പോൾ π/2വിൽ നിന്നും ഒരു ചെറിയ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം? കുറഞ്ഞു വരാം. ഇതാണ് π/2. π/2 ലൈനിൽ നിന്നും ഒരു ചെറിയ ആംഗിൾ, അത് 30 ആകാം, 45 ആകാം, 60 ആകാം, 90 ആകാം, ഏത് വില ആയിക്കോട്ടെ, കുറഞ്ഞ് വരുന്നു. അതെന്നേരം എവിടെ വന്നു? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. കാരണം കുറഞ്ഞപ്പോൾ ഫസ്റ്റിൽ പോയത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ കുറയും. റൈറ്റിലേക്ക് ഇതിൻ്റെ റൈറ്റ് കണ്ടല്ലോ, നമ്മുടെ ഈ പറയുന്നതിൻ്റെ റൈറ്റ്, സത്യത്തിൽ ഇത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ആംഗിൾ കൂട്ടണം. π/2 പ്ലസ് തീറ്റ. π/2 45 ആകാം. ഇങ്ങനെ കൂടി ഇവിടെ വരുമ്പോൾ 180 ഡിഗ്രി ആവും. ഇവിടെ 180 ഡിഗ്രിയിൽ നിന്നും, അതായത് π ഡിഗ്രിയിൽ നിന്നും കുറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും. π ഡിഗ്രിയിൽ നിന്നും കൂടിയാൽ അതെവിടെ പോവും? തേർഡ് ക്വാഡ്രൻറ്റിൽ വരും. ഇനി 3π/2 270 ഡിഗ്രിയാണ്. അവിടെ വരുമ്പോൾ നമുക്കിങ്ങനെ പറയാം മക്കളെ, 3π/2 മൈനസ് തീറ്റ എന്നെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുക്കാം 3π/2 പ്ലസ് തീറ്റ. ഇവിടെ വരുമ്പോൾ 2π പ്ലസ് തീറ്റ, ഇവിടെ വരുമ്പോൾ 2π മൈനസ് തീറ്റ. ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ആംഗിൾസ്. കണ്ടല്ലോ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ π/2 മൈനസ് തീറ്റയും 2π പ്ലസ് തീറ്റയും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ π/2 പ്ലസ് തീറ്റ, π മൈനസ് തീറ്റ. തേർഡ് ക്വാഡ്രൻറ്റിൽ π പ്ലസ് തീറ്റ, 3π/2 മൈനസ് തീറ്റ. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരുമ്പോഴോ മക്കളെ 2π മൈനസ് തീറ്റയും 3π/2 പ്ലസ് തീറ്റയും. അന്നേരം ഇവിടെ ഇത് രണ്ടും ഓൾ പോസിറ്റീവ്. ഇവിടെ വരുമ്പോൾ ഇത് രണ്ടും സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്. ഇവിടെ വരുമ്പോൾ ഇത് രണ്ടും ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. സീക്ക് ആൻഡ് കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്.
അതിങ്ങനാണ് നമ്മൾ ആംഗിൾ വെച്ചുകൊണ്ട് നമ്മൾ ക്വാഡ്രൻറ്റ് നിശ്ചയിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പാഠഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരുന്ന ആംഗിളുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇവിടെ ഒരു ചെറിയ നമുക്ക് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട് മക്കളെ. ഇവിടെ π/2 ആംഗിൾ, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് π/2 ആംഗിൾ. ഇത് വന്നാലും π/2 ആംഗിൾ. π/2 ആംഗിൾ വരുന്നതും പൈ ആംഗിൾ വന്നാലും നമുക്ക് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാനൊരു മാർഗമുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ക്വാഡ്രൻ്റ് ഒക്കെ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടുന്നതിനെക്കാട്ടിലും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട് മക്കളെ. പൈ ആംഗിൾ എന്ന് പറയും. പൈ ആംഗിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ π/2 എന്ന് പറയുന്ന ആംഗിളും 3π/2, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് π/2 ആംഗിൾ. നമുക്കൊരു ചോദ്യം തരുമ്പോൾ π/2 ആംഗിൾ ആണ് വരുന്നതെങ്കിൽ, കണ്ടല്ലോ, π/2 ആംഗിൾ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, π/2 ആംഗിൾ ആണ് നമുക്ക് വരുന്നതെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് π/2 ആംഗിൾ ആണ് വരുന്നതെങ്കിൽ ആൻസർ എപ്പോഴും കോ ഫംഗ്ഷൻ ആയിരിക്കും. π/2 ആംഗിൾ ആണ് വരുന്നതെങ്കിൽ ആൻസർ എപ്പോഴും ആരായിരിക്കും? കോ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് π/2 3π/2 ബേസ്ഡ് ആയിട്ട് വരുന്ന ചോദ്യമാണെങ്കിൽ അവിടെ നമുക്ക് വരുന്ന ആംഗിൾ കോ ഫംഗ്ഷൻ ആയിരിക്കും. ഏതൊക്കെയാണ് π/2 വരുന്നത് നോക്കാം. π/2 മൈനസ് തീറ്റ, π/2 പ്ലസ് തീറ്റ, 3π/2 മൈനസ് തീറ്റ, 3π/2 പ്ലസ് തീറ്റ. ഇത്രയും എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന, ഇത്രയെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്തെന്ന്? പൈ ആംഗിൾ, π/2 ആംഗിൾ എന്ന് പറയുന്നത്. π/2 മൈനസ് തീറ്റ, π/2 പ്ലസ് തീറ്റ, 3π/2 മൈനസ് തീറ്റ, 3π/2 പ്ലസ് തീറ്റ, ഈ 4 ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് π/2 ആംഗിൾ. അങ്ങനെ π/2 ആംഗിൾ ആണ് ചോദ്യത്തിനകത്ത്. ഇതേ ബേസ്ഡ് ചോദ്യമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ എല്ലാം ആൻസർ ആരായിരിക്കും മക്കളെ? കോ ഫംഗ്ഷൻ ആയിരിക്കും. സൈൻ എടുത്താൽ സൈൻ്റെ കോ ഫംഗ്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ് ആണ്. സൈൻ്റെ കോ ആരാണ്? കോസ് ആണ്. കോസ് എടുത്തു കഴിഞ്ഞാൽ കോസിൻ്റെ കോ ആരാണ്? സൈനാണ്. സൈൻ്റെ കോ ഫംഗ്ഷൻ കോസ്, കോസിൻ്റെ കോ ഫംഗ്ഷൻ സൈന്. പിന്നോ ടാൻ ആണ് എടുക്കുന്നതെങ്കിൽ ടാനിൻ്റെ കോ ഫംഗ്ഷൻ കോട്ട്, അതുപോലെ തന്നെ കോട്ടിൻ്റെ കോ ഫംഗ്ഷൻ ആരാണ്? ടാൻ. സീക്കാണെങ്കിൽ സീക്കിൻ്റെ കോ ഫംഗ്ഷൻ കൊസീക്ക്, കൊസീക്കിൻ്റെ കോ ഫംഗ്ഷൻ ആരായിരിക്കും മക്കളെ? സീക്കായിരിക്കും. കണ്ടല്ലോ, സൈൻ ആണെങ്കിൽ സൈൻ്റെ കോ ഫംഗ്ഷൻ കോസ്, കോസിൻ്റെ കോ ഫംഗ്ഷൻ സൈന്, ടാൻ ആണെങ്കിൽ കോട്ട്, കോട്ടാണെങ്കിൽ ടാന്, സീക്കാണെങ്കിൽ കൊസീക്ക്, കൊസീക്കാണെങ്കിൽ സീക്ക്. നോക്കാം. സൈൻ π/2 മൈനസ് തീറ്റ ഇവിടെ വരുന്ന ഇങ്ങനെയാണ്. സൈൻ π/2 മൈനസ് തീറ്റ. അതിൽ ഇത് π/2 ആംഗിൾ അല്ലേ വന്നത്? π/2 ആംഗിൾ ആകുമ്പോൾ ആൻസർ കോ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? കോസ് തീറ്റ. കണ്ടല്ലോ, സൈൻ π/2 മൈനസ് തീറ്റ. പെട്ടെന്ന് 48 ഇക്വേഷൻ മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. സൈൻ π/2 മൈനസ് തീറ്റ, ഇത് π/2 ആംഗിൾ ആണ്. π/2 ആംഗിൾ വരുമ്പോൾ ആൻസർ കോ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എന്തെന്നെടുക്കാം നമുക്ക്? കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് നോക്കുക, π/2 മൈനസ് തീറ്റ ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ്, അതുകൊണ്ട് സൈൻ്റെ ആൻസർ പോസിറ്റീവ്. ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും നമുക്ക് ക്വാഡ്രൻറ്റും കൂടെ അറിഞ്ഞിരിക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് ഇക്വേഷനായിട്ട് നിങ്ങൾ പഠിച്ചതാ, ഒത്തിരി സമയമെടുത്ത് പഠിച്ചതാ, അതൊന്നും വേണ്ട. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. π/2 ആംഗിൾ, അതായത് π/2 3π/2 വന്നാൽ അതിനെ π/2 ആംഗിൾ എന്ന് പറയും. π/2 ആംഗിൾ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എപ്പോഴും കോ ഫംഗ്ഷൻ ആയിരിക്കും. സൈനിൻ്റെത് കോസ്, കോസിൻ്റെത് സൈന്, ടാനിൻ്റെത് കോട്ട്, കോട്ടിൻ്റെത് ടാന്, സീക്കിൻ്റെത് കൊസീക്ക്, കൊസീക്കിൻ്റെത് സീക്ക്. ഇങ്ങനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്. നമ്മൾ എന്തെടുത്താൽ π/2 ആംഗിൾ വന്നാൽ ആൻസർ കണ്ടുപിടിക്കുന്നത്. π/2 ആംഗിൾ ആണെങ്കിൽ കോ ഫംഗ്ഷൻ, സൈനിൻ്റെത് കോസ്, കോസിൻ്റെത് സൈന്, ഇങ്ങനെ നമുക്ക് കോ ഫംഗ്ഷൻസുകളാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഇനി
അടുത്തതെന്ന് പറയുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് പയ്യാങ്കിളാണ്. അടുത്ത ഏതാണ്? പയ്യാങ്കിൾ. പയ്യാങ്കിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈ മൈനസ് തീറ്റ, പൈ പ്ലസ് തീറ്റ, 2π മൈനസ് തീറ്റ, 2π പ്ലസ് തീറ്റ. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് പയ്യാങ്കിൾ എന്നാണ് പറയുന്നത്. പൈ 2π ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാണ്? പയ്യാങ്കിൾ. ഇനി നമ്മുടെ ചോദ്യത്തിനകത്ത് പയ്യാങ്കിൾ ആണ് വരുന്നതെങ്കിൽ ആൻസർ എപ്പോഴും സെയിം ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. പയ്യാങ്കിൾ ആണ് വരുന്നതെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും മക്കളെ? സെയിം ഫംഗ്ഷൻ ആയിരിക്കും. കണ്ടല്ലോ, അതിന് പയ്യാങ്കിൾ വന്നാൽ ആൻസർ സെയിം ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം സെയിം ഫംഗ്ഷൻ. സൈൻ ആണെങ്കിൽ സൈൻ്റെ സെയിം ഫംഗ്ഷൻ സൈൻ തന്നെ. കോസ് ആണെങ്കിൽ കോസിൻ്റെ സെയിം ഫംഗ്ഷൻ കോസ് തന്നെ. ടാൻ ആണെങ്കിൽ ടാനിൻ്റെ സെയിം ഫംഗ്ഷൻ ടാൻ തന്നെ. കോട്ടാണെങ്കിൽ കോട്ടിൻ്റെ സെയിം ഫംഗ്ഷൻ കോട്ട് തന്നെ. സീക്കാണെങ്കിൽ സീക്കിൻ്റെ സെയിം ഫംഗ്ഷൻ സീക്ക് തന്നെ. കൊസീക്കാണെങ്കിൽ കൊസീക്കിൻ്റെ സെയിം ഫംഗ്ഷൻ കൊസീക്ക് തന്നെ. കണ്ടല്ലോ. ഇനി നമുക്കൊന്ന് നോക്കാം. സൈൻ പൈ മൈനസ് തീറ്റ. സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ പയ്യാങ്കിളാണ് വന്നേക്കുന്നത്. പയ്യാങ്കിൾ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ സൈൻ തീറ്റ. പയ്യാങ്കിൾ ആയതുകൊണ്ട് എന്താണ്? സെയിം ഫംഗ്ഷൻ സൈൻ തീറ്റ. അറ്റ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് പൈ മൈനസ് തീറ്റ വരുന്നത്. അല്ലേ മക്കളെ? സെക്കൻഡ് ക്വാഡ്രന്റിൽ പൈ മൈനസ് തീറ്റ വരുന്നത്. അന്നേരം നോക്കിയേ, പൈ മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരാണ് കിടക്കുന്നത്? സൈന്. അന്നേരം സൈനും കൊസീക്കും അല്ലേ ഇവിടെ പോസിറ്റീവ്? സൈനും കൊസീക്കും പോസിറ്റീവ് ആണെങ്കിൽ ഇതാണ് സൈൻ. പിന്നെ നമുക്ക് പഠിക്കുന്നത് കൊസീക്ക് പൈ മൈനസ് തീറ്റ. കണ്ടല്ലോ, സൈൻ്റെയും കൊസീക്കിൻ്റെയും ഇതിൻ്റെ വരുമ്പോഴും സെയിം ഫംഗ്ഷനാണ് കൊസീക്ക് തീറ്റ. കണ്ടേ? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്. അന്നേരം അതിൻ്റെ വിലകളും എന്ത് തന്നെ? പോസിറ്റീവ് തന്നെ. ഇവിടാണ് നോക്കേണ്ടത്, ഇവിടെ അല്ല നോക്കേണ്ടത്, ഇതാണ് നോക്കേണ്ടത്. ഇത് സൈനും ഇത് കൊസീക്കും. ചോദ്യമാണ് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കേണ്ടത്. അതിൻ്റെ ആൻസർ പോസിറ്റീവ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ടാൻ പൈ മൈനസ് തീറ്റ എന്നെടുത്താൽ ടാൻ തീറ്റ തന്നെയാണ്, സെയിം ഫംഗ്ഷനാണ്. പയ്യാങ്കിൾ വരുമ്പോൾ സെയിം ഫംഗ്ഷൻ. പക്ഷേ ഇതിനകത്ത് ടാൻ നെഗറ്റീവ് അല്ലേ? അന്നേരം ഇതിൻ്റെ ആൻസറും എന്ത് കിട്ടും? നെഗറ്റീവ്. ഇങ്ങനെ നമുക്ക് ഏത് ആംഗിളും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഇതാണ് നമുക്ക് അടുത്ത പഠിക്കേണ്ട ഒരു ഭാഗം. നമ്മൾ ഇത്രയും ഭാഗം പഠിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടേ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകത്തുള്ളൂ. അന്നേരം നമ്മൾ അടുത്ത ക്വാഡ്രന്റ് ബേസിലുള്ള 48 ഇക്വേഷൻ എളുപ്പം പഠിക്കുന്ന വിധിയാണ്, മെത്തേഡാണിത്. π/2 ആംഗിൾ വരുമ്പോൾ കോ ഫംഗ്ഷൻ, പയ്യാങ്കിൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെയിം ഫംഗ്ഷൻ. കോ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് പയ്യാങ്കിൾ വരുമ്പോൾ സെയിം ഫംഗ്ഷൻ. സെയിം ഫംഗ്ഷൻ എന്ന് പറയാൻ സൈൻ സൈൻ തന്നെ, കോസ് കോസ് തന്നെ, ടാൻ ടാൻ തന്നെ, കോട്ട് കോട്ട് തന്നെ, സീക്ക് സീക്ക് ആൻഡ് കൊസീക്ക് കൊസീക്ക് തന്നെ. കണ്ടല്ലോ. അന്നേരം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ബൈഹേർട്ടാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത്, ഈ ക്വാഡ്രന്റ് ബേസിൽ നമുക്ക് അറിയേണ്ട 5-6 ഇക്വേഷൻ ഉണ്ട്. സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്. സൈൻ മൈനസ് എക്സിൻ്റെ ഇക്വേഷൻ മൈനസ് സൈൻ എക്സ് ആണ്. കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ്. ടാൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ടാൻ എക്സ്. കോട്ട് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോട്ട് എക്സ്. സീക്ക് മൈനസ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ്. കൊസീക്ക് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ്. ദാണ്ട് ഇത്രയും 6 ഇക്വേഷൻ, അതായത് ആംഗിൾ നെഗറ്റീവ് വന്നാൽ ഇക്വേഷൻ എന്താണെന്നും കൂടെ പഠിച്ചു വെക്കണം. കണ്ടല്ലോ. ആംഗിൾ നെഗറ്റീവ് വന്നാൽ നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണോ അതുകൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സൈൻ മൈനസ് എക്സ് വന്നാൽ മൈനസ് സൈൻ എക്സ്. കോസ് മൈനസ് എക്സ് വന്നാൽ കോസ് എക്സ്. ടാൻ മൈനസ് എക്സ് വന്നാൽ മൈനസ് ടാൻ എക്സ്. കോട്ട് മൈനസ് എക്സ് വന്നാൽ മൈനസ് കോട്ട് എക്സ്. സീക്ക് മൈനസ് എക്സ് വന്നാൽ സീക്ക് എക്സ് ആൻഡ് കൊസീക്ക് മൈനസ് എക്സ് വന്നാൽ മൈനസ് കൊസീക്ക് എക്സ്. ഈ ഇക്വേഷൻസും കൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഇതുമായി അടുത്ത റിലേറ്റഡ് ആയിട്ട് വരുന്ന നമുക്കൊരു സം ഇക്വേഷൻ ഉണ്ട്, ഒരു സബ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനും ഉണ്ട്. കണ്ടല്ലോ. ആ 2 ഇക്വേഷനും കൂടെ നമുക്കൊന്ന് പഠിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിനകത്തേക്ക് കിടക്കാം.
അതിനകത്ത് ഒന്നാമത്തെ ഇക്വേഷനാണ് ആംഗിൾ സം ഇക്വേഷൻ എന്ന് പറയും, സൈൻ എ പ്ലസ് ബി, ആംഗിളുകളുടെ സം. സൈൻ എ പ്ലസ് ബി, ചിലപ്പോൾ നിങ്ങൾ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ഇക്വേഷൻ. സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ പ്ലസ് ബിയുടെ ഇക്വേഷൻ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സൈൻ എ മൈനസ് ബി ആണ്. സൈൻ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നെടുക്കാം. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് കോസ് എ പ്ലസ് ബി ആണ്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് കോസ് എ മൈനസ് ബി ആണ്. കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. കണ്ടല്ലോ, കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇനി നമുക്കിവിടെ പഠിക്കേണ്ട അടുത്ത ഇക്വേഷനാണ് ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അടുത്ത നമുക്ക് പഠിക്കേണ്ട ഇക്വേഷനാണ് ടാൻ എ മൈനസ് ബി. കണ്ടല്ലോ, അടുത്ത പഠിക്കേണ്ട ഇക്വേഷൻ്റെ പേര് എന്തുവാ? ടാൻ എ മൈനസ് ബി. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഈ 6 ഇക്വേഷൻ 2, 4, 6 ഇക്വേഷൻ കൂടെ പഠിച്ചാൽ നമുക്ക് ഒരു ഭാഗം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു സെറ്റ് ഇക്വേഷൻ്റെ കൂടെ പ്രോബ്ലമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ റേഷ്യോസ് പറഞ്ഞു, പിന്നെ നമ്മൾ ആംഗിൾസ് പറഞ്ഞു, പിന്നെ നമ്മൾ ക്വാഡ്രൻ്റ് പറഞ്ഞു. ക്വാഡ്രൻറ്റിനകത്ത് ആംഗിളുകളെ പരിചയപ്പെടുത്തി. പിന്നെ ആംഗിളുകൾ തരംതിരിച്ചു പഠിച്ചു. π/2 ആംഗിൾ വന്നാൽ എന്താണ്, പൈ ആംഗിൾ വന്നാൽ എന്താണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസും കൂടെ പഠിച്ചു. കണ്ടല്ലോ, ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാം. കാരണം വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. പലതവണ നമ്മൾ ചെയ്തു പഠിച്ചാൽ, 1, 2, 3 പ്രാവശ്യം ചെയ്തു പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇതിറങ്ങിപ്പോകത്തുമില്ല. നമുക്കന്നേരം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇഫ് cos x ഈക്വൽ ടു -3/5, if cos x ഈക്വൽ ടു -3/5, എക്സ് ലൈസ് ഇൻ, ഇവിടെ എക്സ് ലൈ ചെയ്യുന്നത് എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. മൂന്നാമത്തെ ക്വാഡ്രൻറ്റിലാണ് ആര് ലൈ ചെയ്യുന്നത്? എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കണം. കാരണം cos x ഈക്വൽ ടു -3/5, എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. ബാക്കി 6 എണ്ണമാണ് നമ്മുടെ റേഷ്യോസ്. അതിൽ കോസ് തന്നിട്ടുണ്ട്. ബാക്കി സൈന്, ടാന്, കോട്ട്, സീക്ക്, കൊസീക്ക് 5 എണ്ണം കണ്ടുപിടിക്കണം. അത് ഇത് കണ്ടുപിടിക്കുന്നതിന് ആദ്യം തന്നെ ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു ട്രിഗണോമെട്രി അങ്ങോട്ട് റേഷ്യോസ്, ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചിട്ട് ദാണ്ട് ഇതിനകത്ത് ഞാനൊരു ആംഗിൾ എടുത്തു. ആ ആംഗിൾ എക്സ് എന്ന് വിളിച്ചു. സൈൻ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ, എക്സ് എന്ന് വിളിച്ചു. കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ABC. ഇവിടെ നമുക്ക് AB കണക്കാക്കണം. AB എന്ന് പറയുന്നത് മക്കളെ ഓൾട്ടിറ്റ്യൂഡാണ്. ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു AB ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ.
ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ നമുക്കറിയാം, 5ൻ്റെ സ്ക്വയർ 25 മൈനസ് 3യുടെ സ്ക്വയർ 9. ദാറ്റ് ഈസ് ഈക്വൽ ടു √16 ഈക്വൽ ടു 4. 4ൻ്റെ സ്ക്വയർ ആണ് 16, 16ൻ്റെ സ്ക്വയർ റൂട്ടാണ് 4. അപ്പോൾ നമുക്ക് ദാണ്ട എ ബി എത്ര എന്ന് കിട്ടി മക്കളെ? 4 എന്ന് കിട്ടി. നമുക്കിനി എല്ലാ ഫംഗ്ഷനും അങ്ങ് എഴുതാം. ഇതും കൂടെ ചേർത്ത് അങ്ങ് എഴുതുക. ഞാൻ നോക്കിയേ, സൈൻ എക്സ് എളുപ്പമാണ്, എളുപ്പം ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. സൈൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എക്സ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി ഇതിന്റെ താഴെ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതാം. കൊസീക് എക്സ് 5/4, സീക് എക്സ് 5/3, ടാൻ എക്സ് അല്ല അടുത്തത് കോട്ടെക്സ്, ഇതിന്റെ റെസിപ്രോക്കൽ 3/4. ഇപ്പോഴും നമ്മുടെ ആൻസർ തീർന്നില്ല, ഇനിയുമുണ്ട്. ഇനി എക്സ് ലൈ ചെയ്യുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. എക്സ് ലൈ ചെയ്യുന്ന ഏത് ക്വാഡ്രന്റിലാ? തേർഡ് ക്വാഡ്രന്റ്. ദാണ്ട് ഇതാണ് തേർഡ് ക്വാഡ്രന്റ്. ഇവിടെ ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. ടാനും കോട്ടുമാണ് ഇവിടെ ആര്? പോസിറ്റീവ്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും നെഗറ്റീവാണ്. അന്നേരം ടാൻ പോസിറ്റീവ്, കോട്ട് പോസിറ്റീവ്, ബാക്കിയുള്ളവർ എല്ലാം നെഗറ്റീവ്. ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഇത് നമ്മുടെ ചോദ്യത്തിലുണ്ടെങ്കിലും ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. കണ്ടല്ലോ, തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും നെഗറ്റീവ്. അന്നേരം ഇങ്ങനാണ് നമുക്ക് ഈ മെത്തേഡ് ചോദ്യം വന്നാൽ പ്രോബ്ലം ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് നമുക്ക് നോക്കാം. ഇഫ് കോസ് എക്സ് ഈക്വൽ ടു -3/5, എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. ആദ്യം ചിഹ്നം നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് റൈറ്റ് ട്രയാങ്കിൾ വരച്ചു, ആംഗിൾ കൊടുത്തു, കോസിൻ്റെ റിലേഷൻ അനുസരിച്ച് നമ്മൾ എന്തെഴുതി? അതിൻ്റെ ആ സൈഡ് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം മൂന്നാമത് കണ്ടുപിടിക്കേണ്ട സൈഡ് ഏതാണോ അത് നമ്മൾ പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. ഇവിടെ എ ബി ആണ് വേണ്ടത്, ഓൾട്ടിറ്റ്യൂഡാണ്. ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് എന്താണ്? ബേസിൻ്റെ സ്ക്വയർ. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും. 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ എല്ലാ റേഷ്യോസും എടുത്തെഴുതിയിട്ട് എക്സ് അവർ പറയുന്നുണ്ട് തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ്, അത് രണ്ടും പോസിറ്റീവ് കൊടുത്തു. ബാക്കി എല്ലാ ആൾക്കാർക്കും എന്ത് കൊടുത്തു? നെഗറ്റീവ് എന്ന് കൊടുത്തു. നമുക്ക് ഈ മെത്തേഡ് ഒരു പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ചെയ്ത് കാണിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത മെത്തേഡ് ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇത് എല്ലാം ഒരേപോലെ ആവർത്തനമാണ്, എല്ലാം നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നമുക്ക് പറ്റും. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നു മക്കളെ. സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു, ഇഫ് സീക്ക് എക്സ് ഈക്വൽ ടു 13/5. എന്നിട്ട് അവർ പറയുന്നു എക്സ് ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. എക്സ് എത്രാമത്തെ ക്വാഡ്രന്റിലാണ് മക്കളെ? ഫോർത്ത് ക്വാഡ്രന്റിലാണ് എക്സ് ലൈ ചെയ്യുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് ലൈ ചെയ്യുന്നു. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സീക്കിൻ്റെ ഫിഗർ അങ്ങോട്ട് എടുത്ത് വരയ്ക്കണം. അതായത് സീക്ക് കിട്ടാൻ കാരണമാകുന്ന റേഷ്യോ എങ്ങനെയാണോ അത് നമ്മൾ അങ്ങോട്ട് മാർക്ക് ചെയ്യണം. സീക്ക് എക്സ് അങ്ങോട്ട് മാർക്ക് ചെയ്തു. സീക്ക് എക്സ് എന്ന് പറയുന്നത് കണ്ടല്ലോ, സീക്ക് എക്സ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കോസിൻ്റെ റെസിപ്രോക്കലാണ്. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്നിട്ട് ഇദ്ദേഹത്തിന് നമ്മൾ പേര് കൊടുക്കുന്നു, വേറൊരു പേര് കൊടുക്കാം, PQR. നേരത്തെ ABC ആണ് കൊടുത്തത്. ഇവിടെ PQ കണക്കാക്കണം. PQ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡാണ്. PQ ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ 13ൻ്റെ സ്ക്വയർ 169, 13ൻ്റെ സ്ക്വയർ 169, 169. 5ൻ്റെ സ്ക്വയർ 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 169ൽ നിന്നും 25 പോയി കഴിഞ്ഞാൽ 144. 144ൻ്റെ സ്ക്വയർ റൂട്ട് 12. അന്നേരം നമുക്ക് ഇത് എത്ര കിട്ടി മക്കളെ? 12 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിലകളും നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്.
അതുപോലെ തന്നെ അടുത്ത നമുക്ക് കണക്കാക്കാം cos x കണക്കാക്കാം. cos x is equal to adjacent side by hypotenuse 5/30. Then third one tan x ആണ്, that is tan x is equal to opposite side divided by adjacent side. ഇനി ഓരോന്നിന്റെ റെസിപ്രോക്കൽ അതിന്റെ താഴോട്ട് അങ്ങോട്ട് എഴുതാം മക്കളെ. cosec x is equal to 13/12. sec x is equal to 13/5. cot x is equal to 5/12. അറ്റ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരേണ്ടത്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്. അരം കോസും സീക്കും പോസിറ്റീവ് കൊടുക്കുന്നു, ബാക്കി എല്ലാ ഫങ്ഷൻസിനും എന്ത് കൊടുക്കുന്നു? നെഗറ്റീവ് കൊടുക്കുന്നു. കണ്ടല്ലോ, കോസും സീക്കും പോസിറ്റീവ് കൊടുത്തിട്ട് ബാക്കി എല്ലാ ഫങ്ഷൻസുകൾക്കും നമ്മൾ എന്ത് കൊടുത്തു? നെഗറ്റീവ് കൊടുത്തു. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടി. കണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ഈ രീതിയിലാണ് ക്വാഡ്രന്റ് ബേസിൽ നമ്മൾ റിലേഷൻ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു റിലേഷൻ തന്നിട്ട് ബാക്കി 5 റിലേഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ നമ്മളെടുത്ത് ചോദിച്ചാൽ നമ്മൾ ആ റേഷ്യോസ് ദാണ്ടെ ട്രയാങ്കിൾ വരച്ചു, സൈഡ് മാർക്ക് ചെയ്തു, റേഷ്യോസ് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനാണ്. ഇതെല്ലാവരും പഠിച്ചിരിക്കണം. കണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നമ്മൾ ഒന്നാമത് പറഞ്ഞ കാര്യം നമ്മൾ തീർന്നു. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് π/2 ആംഗിൾ വന്നാലും പൈ ആംഗിൾ വന്നാലും. π/2 ആംഗിൾ വന്നാൽ ആൻസർ കോ ഫംഗ്ഷൻ, പൈ ആംഗിൾ വന്നാൽ ആൻസർ സെയിം ഫംഗ്ഷൻ. നിങ്ങൾ പരമാവധി പൈ ആംഗിൾ ചെയ്യാൻ ശ്രമിക്കുക. പൈ ആംഗിളിൽ ചെയ്താൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. π/2 ആംഗിൾ ആകുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കറക്കവും കൂടെ നോക്കേണ്ടി വരും. പൈ ആംഗിളിൽ നമുക്ക് ചെയ്യാൻ വളരെ പെട്ടെന്ന് കിട്ടും. അവിടെ നമുക്ക് ഒരു ചോദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇങ്ങനാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒന്നാമത്തെ ചോദ്യം ഞാൻ പറയുന്നു മക്കളെ. സൈൻ 390 ഡിഗ്രി, 360 ഡിഗ്രി അല്ല 390 ഡിഗ്രി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ ഞാൻ പറഞ്ഞു പൈ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ബെറ്റർ എന്ന്. ഈ 360 എന്ന് പറയുന്നത് 2πയെക്കാട്ടിലും കൂടുതലല്ലേ? 2π എന്ന് പറഞ്ഞാൽ അർത്ഥം 2 × 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലാണ് 390. അപ്പോൾ നമ്മുടെ ആംഗിളുമായി റിലേറ്റഡ് ആയിട്ട് വരുമോ എന്ന് നോക്കുക. അതായത് സൈൻ 390യെ നമുക്ക് ഇങ്ങനെ മാറ്റാം മക്കളെ. സൈൻ 360 + 30. നമുക്കിവിടെ കിട്ടുന്നത് എപ്പോഴും 30, 45, 60, 90 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും വരുന്നത്. അതല്ല അതിനെക്കാട്ടിലും കൂടുതലാണ് വരുന്നതെങ്കിൽ വീണ്ടും നമ്മളൊന്നും കൂടെ കൺവേർട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് സൈൻ 360 + 30, 360 30, 390. ഇത് പൈ ആംഗിൾ അല്ലേ മക്കളെ 360 ഡിഗ്രി? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു π - θ, π + θ, 2π - θ, 2π + θ ആർ പൈ ആംഗിൾസ്. ഇതും എന്താണ്? 360 എന്ന് പറയുമ്പോൾ പൈ ആംഗിൾ 2π ആണ്. 2π + 30 രൂപത്തിലാണ് കിടക്കുന്നത്. 360 + 30 എന്ന് പറഞ്ഞാൽ പൈ ആംഗിൾ ആണ്. പൈ ആംഗിൾ വന്നാൽ ആൻസർ സെയിം ഫംഗ്ഷൻ. നോക്കിയ മക്കളെ, സൈൻ 360 + θ സെയിം ഫംഗ്ഷൻ സൈൻ 30. എന്നിട്ട് ഇങ്ങോട്ടൊരു ക്വാഡ്രന്റ് ചുമ്മാതെ വരച്ചു നോക്കണം. 360 എന്ന് പറയുന്ന വര ഇതാണ് 2π. 360 + θ എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രന്റിൽ വരും മക്കളെ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്. അന്നേരം ഇതെന്താണ്? പോസിറ്റീവ്. സൈൻ 30ന്റെ വില നമുക്കറിയാം എത്ര മക്കളെ? 1/2. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണിത്. നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട, വളരെ എളുപ്പം ചെയ്യാവുന്ന മെത്തേഡാണ്. കണ്ടല്ലോ, സൈൻ 390 ആണ്. അതിനെ നമ്മൾ 360 + 30 എന്നെടുത്തു. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് പൈ ആംഗിൾ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ സൈൻ 30. സൈൻ 30ന്റെ വില 1/2. അന്നേരം നമുക്കിങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണക്കാക്കാൻ പറ്റും. ഇനി രണ്ടാമതൊരു ചോദ്യം നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ പറയുന്നു, സൈൻ 405, 405. മക്കൾമാർ ഇത് രണ്ടും ഒന്ന് പഠിച്ചിരിക്കണം കേട്ടല്ലോ. 405 ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്കിങ്ങനെ വിളിക്കാം, സൈൻ
360 പ്ലസ് 45, 360 പ്ലസ് 45, 405 കിട്ടും. ഇപ്പോഴും നോക്കിയാൽ ഇത് പയ്യാങ്കിൾ ആണ്. പയ്യാങ്കിൾ വരുമ്പോൾ സെയിം ഫംഗ്ഷൻ സൈൻ 45. ഏത് ക്വാഡ്രൻ്റ് ആണ് 360 പ്ലസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ്. സൈൻ 45ൻ്റെ വില 1/√2. സൈൻ 45ൻ്റെ വില എത്ര? 1/√2. ആരം സൈൻ 390 നമ്മൾ പറഞ്ഞു, സൈൻ 405 പറഞ്ഞു. ഇനി നമ്മുടെ പിന്നെ അവർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മറ്റൊന്നാണ് മറ്റൊരു ചോദ്യമാണ് സൈൻ 765, 765. ഇതിനെയും 360യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അന്നേരം നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റാം മക്കളെ. 765നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 പ്രാവശ്യം കിട്ടും 720, പോയി കഴിഞ്ഞാൽ 45. കണ്ടല്ലോ, 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. കാരണം 360നെക്കാട്ടിലും വലുതാണ്, അതുകൊണ്ട് 360 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് ഇപ്പോൾ സൈൻ 765നെ നമുക്ക് ഇങ്ങനെ മാറ്റാം. സൈൻ 2 × 360 പ്ലസ് 45. 2 × 360 പ്ലസ് 45. അവിടെ നോക്കിയ മക്കളെ പയ്യാങ്കിളാണ്. 360 പയ്യാങ്കിളാണ്. 2 പൈ ആംഗിൾ വന്നു അല്ലേ? 360യുടെ 2 ആംഗിൾ വന്നു എന്നേ ഉള്ളൂ. അതും എന്താണ്? പയ്യാങ്കിളാണ്. പയ്യാങ്കിൾ വരുമ്പോൾ ആൻസർ എന്താ? സെയിം ഫംഗ്ഷൻ. അത് നമുക്ക് എന്തെടുക്കാം? സൈൻ 45. ഇവിടെയും 360 പ്ലസ് ആയതുകൊണ്ട് നമുക്കറിയാം 2 പ്രാവശ്യം കറങ്ങി ഇവിടെ വന്നിരിക്കുന്നു. 1 പ്രാവശ്യം കറങ്ങിയപ്പോൾ 360, 1 പ്രാവശ്യം കൂടെ കറങ്ങിയപ്പോൾ 720, പിന്നെ കുറച്ചും കൂടെ കയറി ഇവിടെ വന്നു. അന്നേരം നമുക്ക് പറയാം 360 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവാണ്. സൈൻ 45ൻ്റെ വില 1/√2. സൈൻ 45ൻ്റെ വില എത്ര? 1/√2. അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കണക്കാക്കാം. ഇതുപോലെ മറ്റൊരു ചോദ്യമാണ് മക്കളെ സൈൻ. അതായത് നിങ്ങൾ ചോദിക്കും ഈ നമ്പർ മാറിയിട്ട് 31π/3 ഇങ്ങനെ വന്നാൽ എന്തു ചെയ്യാൻ പറ്റും? അപ്പോഴും നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് മാറ്റിയിട്ട് 31π/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 31 ഇൻറ്റു പൈയുടെ വില 180/3. കണ്ടോ? ദാണ്ടെ ഇതും കൂടെ വെട്ടാം. 60 6 1860 കിട്ടും. കണ്ടല്ലോ, 1860. അത് ഇതിന് പകരം നമുക്ക് ഇങ്ങനെ എടുക്കാം. സൈൻ 1860 എന്നെടുത്തു. കണ്ടല്ലോ, 1860 എന്നെടുത്തു. എന്നിട്ട് മക്കളുമാർ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനെ $360 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15 5 പ്രാവശ്യം കിട്ടും. 30ന് 0, ബാലൻസ് 3, 18 പോയിട്ട് 60 കിട്ടും. 5 പ്രാവശ്യം ആകുമ്പോൾ 5 × 0 0, 6 × 5 30, ബാലൻസ് 3, 5 × 3 15, ബാലൻസ് 3യും കൂടെ ആകുമ്പോൾ 18. ആൻസർ ഇങ്ങനെ കിട്ടി. അപ്പോഴും നമ്മുടെ ആൻസർ വന്നേക്കെന്ന് നോക്കിയാൽ മക്കളെ സൈൻ 5 × 360 പ്ലസ് 60. അവിടെയും വന്നേക്കുന്നത് പയ്യാങ്കിളാണ്. പയ്യാങ്കിൾ വരുമ്പോൾ ആൻസർ സെയിം ഫംഗ്ഷൻ സൈൻ 60. വില 360 പ്ലസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും. ആൻസർ എന്താണ് മക്കളെ? √3/2. ഇതുപോലെ ഏത് വന്നാലും ക്വാഡ്രൻ്റ് ബേസിൽ കൊസീക്ക് 1410, 19π/3, ടാൻ 19π/3 ഇങ്ങനെ ഏത് പ്രോബ്ലം വന്നാലും ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പൈയാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് മാറ്റി 180 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അതല്ല ആംഗിൾ ആണ് വരുന്നതെങ്കിൽ അതിനെ 360 കൊണ്ട് നേരിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പയ്യെ മാറ്റി ഡിഗ്രിയിലേക്കാക്കണം. ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ട് അത് ഡിഗ്രി ആക്കുക എന്ന് പറഞ്ഞാൽ 180 കൊടുത്തിട്ട് /3 ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. നമ്പർ ആകുമ്പോൾ ഒരു സ്റ്റെപ്പ് കുറവാണ്, നേരിട്ടങ്ങ് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, അത് ഇങ്ങനാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ഈ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കുന്നത്. കണ്ടേ മക്കളെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കാര്യമായിട്ടിത് പഠിച്ചു വച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്ത നമ്മൾ പറഞ്ഞത്
ആംഗിളിനെ, അതായത് ഈ 30 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് കുറേ പ്രൂഫ് പഠിക്കാനുണ്ട്. അതൊന്ന് നമുക്ക് പറയാം. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് പ്രൂഫാണ്. അത് നമുക്കൊന്ന് പറയാൻ നമുക്ക് നോക്കാം. കണ്ടല്ലോ. അന്നേരം അടുത്ത ചോദ്യത്തിനകത്ത് നമുക്ക് പറയുന്നതുണ്ട് ഇങ്ങനെയാണ്, പ്രൂവ് ദാറ്റ് sin square pi by 6 plus cos square sin square pi by 6 plus cos square pi by 3 minus tan square pi by 4 equal to മക്കളെ ആൻസർ -1/2. കണ്ടേ, ഇതും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതാണ്. കണ്ടല്ലോ, sin square pi by 6 cos square pi by 3 tan square pi by 4. ഇത് റേഡിയൻ ആണ്. pi by 6 30, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു 30 ഡിഗ്രി, pi by 3 60 ഡിഗ്രി, pi by 4 45 ഡിഗ്രി. നമ്മൾ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിങ് എടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, LHS. LHS ഞാൻ അങ്ങോട്ട് എടുത്തെഴുതുന്നു മക്കളെ. നോക്കുക, sin square pi by 6 പ്ലസ് cos square pi by 3 മൈനസ് tan square pi by 4. ദാണ്ട ആ LHS ഞാൻ അങ്ങോട്ട് എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ച വാല്യൂസ് കൊണ്ട് കൊടുക്കണം. pi by 6 എന്ന് പറഞ്ഞാൽ 30 എന്നല്ലേ പറഞ്ഞേ. സൈൻ 30ൻ്റെ വില നമുക്കറിയാം. എത്രയാണ് സൈൻ 30? 1/2. 1/2ൻ്റെ സ്ക്വയർ. കണ്ടല്ലോ, സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. 1/2ൻ്റെ സ്ക്വയർ എന്ന് കിട്ടി. കണ്ടല്ലോ, സൈൻ 30 എത്രയാണ്? 1/2. അന്നേരം 1/2ൻ്റെ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ pi by 3. അതിന് കോസ് pi by 3 എന്ന് പറഞ്ഞാൽ കോസ് 60. കോസ് 60ൻ്റെ വിലയും എന്ത് തന്നെയാണ്? 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ടാൻ pi by 4 1 ആണ്. 1ൻ്റെ സ്ക്വയർ. 1/2ൻ്റെ സ്ക്വയർ 1/4, വീണ്ടും 1/4 മൈനസ് 1. ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ 2/4 മൈനസ് 1. കട്ട് ചെയ്യാമെങ്കിൽ 1/2 മൈനസ് 1. അരയിൽ നിന്നും 1 കുറയണം. അതിന് തിരിച്ച് നമ്മൾ കുറയ്ക്കാം. 1/2 പോയാൽ അര. ഗ്രേറ്റർ നമ്പർ സൈൻ മൈനസ്. അതിന് നമുക്ക് എന്ത് കിട്ടി മക്കളെ? -1/2 എന്ന് കിട്ടി. ദാണ്ടെ നമുക്ക് കിട്ടിയതും എന്താണ്? -1/2. ദാണ്ടെ -1/2. ആൻസർ എഴുതി കഴിഞ്ഞിട്ട് LHS എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്തിൽ കൊണ്ട് നിർത്തണം മക്കളെ? RHSൽ നമ്മൾ കൊണ്ട് നിർത്തിയേ പറ്റത്തുള്ളൂ. അന്നേരം LHS = എന്ത് നിൽക്കാം? RHS എന്ന് എടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ച ആ രീതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു മാറ്റാൻ സാധിക്കും. കണ്ടല്ലോ, അരം സൈൻ സ്ക്വയർ pi by 6 കോസ് സ്ക്വയർ pi by 3 pi by 4. നമ്മൾ പറഞ്ഞു pi by 6 30 നമ്മൾ ചാർട്ട് എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് റേഡിയനും അത് ഡിഗ്രിയും. pi by 3 എന്ന് പറയുന്നത് 60 ആണ്. അത് ഡിഗ്രിയിലേക്ക് മാറ്റി. pi by 4 45. അതിൻ്റെ വിലകൾ നമുക്കറിയാം. കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എത്ര കിട്ടി? -1/2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും -1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എടുക്കാം? RHS എന്ന് എടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. നമ്മളിപ്പം മൂന്നാമത്തെ ഭാഗമാണ് പഠിച്ചത്. ആദ്യം നമ്മൾ റേഷ്യോ പഠിച്ചു. രണ്ടാമത് ക്വാഡ്രൻ്റ് ബേസിൽ ആംഗിൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഒരു പാർട്ടും കൂടെ ആകുമ്പോഴേ നമ്മൾ പറഞ്ഞ ഭാഗം തീരത്തുള്ളൂ. അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, പ്രൂവ് ദാറ്റ്. കണ്ടല്ലോ, നമുക്ക് അറിയാൻ വയ്യാത്ത ആംഗിളൊക്കെ കയറി വരും. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് മാറ്റണം. അതാണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 sin square pi by 6. 2 sin square pi by 6. അടുത്തത് പ്ലസ് കൊസീക്ക് സ്ക്വയർ 7 pi by 6. അതുപോലെ തന്നെ കോസ് സ്ക്വയർ pi by 3 ഈക്വൽ ടു, ഇത് രണ്ടും ഇൻറ്റു ആണ് കേട്ടോ. ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു അതിൻ്റെ ഈക്വൽ ടു എന്തെന്ന് എടുക്കാം? നമുക്ക് 3/2 എന്ന് നമുക്ക് എടുക്കാം. കണ്ടല്ലോ, ഇവിടെ pi by 6 നിങ്ങൾക്കറിയാം, pi by 3 നിങ്ങൾക്കറിയാം. പക്ഷേ 7 pi by 6 അവിടെ നമുക്കൊരു പ്രശ്നകാരിയായിട്ട് കിടക്കുന്ന സാധനമാണ്. 7 pi by 6.
അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് മാറ്റുക. നമുക്കറിയാവുന്ന രീതിയിലെല്ലാം നമ്മൾ മാറ്റണം. അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്തെടുക്കാം മക്കളെ? ആ സ്ക്വയർ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് കൊസീക്ക് 7π/6 എന്നെടുത്തു. കണ്ടല്ലോ, കൊസീക്ക് 7π/6 അങ്ങോട്ട് മാറ്റി. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. കൊസീക്ക് 7π/6 എന്ന് പറയുമ്പോൾ 7 × 180/6. അതാണ്ട് ഇതും കൂടെ വെട്ടാമെങ്കിൽ 30 കിട്ടും. 7 × 3 21, അന്നേരം 210 ഡിഗ്രി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ മാറ്റാം. കൊസീക്ക് 180 + 30. 180 + 30 എന്ന് പറഞ്ഞാൽ കൊസീക്ക് 180 എന്ന് പറഞ്ഞാൽ പയ്യാങ്കിൾ ആണ്. പയ്യാങ്കിൾ എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷൻ ആണ്. ആൻസർ എന്ത് കിട്ടും മക്കളെ? കൊസീക്ക് 30. കണ്ടല്ലോ, ആൻസർ എന്ത് കിട്ടി? കൊസീക്ക് 30. ആ കൊസീക്ക് 30 എന്ന് പറയുന്നത് ഇനി ഏത് ക്വാഡ്രന്റിൽ വരും? തേർഡ് ക്വാഡ്രന്റിലാണ്. ഇവിടെ ടാനും കോട്ടുമാണ് പോസിറ്റീവ്. ആരൊക്കെയാ? ടാനും കോട്ടുമാണ് പോസിറ്റീവ്. പക്ഷേ കൊസീക്ക് നെഗറ്റീവാണ്. അന്നേരം ഇവിടെ നെഗറ്റീവ് കൊടുക്കാം. അന്നേരം കൊസീക്ക് 30യുടെ വില -2 എന്നാണ്. കൊസീക്ക് 30 സൈൻ 30 1/2, കൊസീക്ക് 30 -2. ഈ മൈനസ് അതുപോലെ എഴുതി കൊസീക്ക് 30ന്റെ 2 നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കാം. ദാണ്ടെ LHS എന്നും പണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതങ്ങോട്ട് എടുത്തെഴുതുന്നു. 2 sin² π/6 പ്ലസ് കൊസീക്ക് സ്ക്വയർ 7π/6 cos² π/3 എന്നിട്ട് 2 × sin² π/6 sin 30. sin 30ന്റെ വില 1/2. അരം 1/2ന്റെ സ്ക്വയർ പ്ലസ് കൊസീക്ക് സ്ക്വയർ 7π/6 -2 ആണ്. -2ന്റെ സ്ക്വയർ ഇൻറ്റു കൊസീക്ക് 30 കൊസീക്ക് 60 എന്ന് പറയുന്നത് 1/2 ആണ്. π/3 60 ആണ്. അതിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1/2ന്റെ സ്ക്വയർ 1/4 പ്ലസ് -2ന്റെ സ്ക്വയർ 4 1/2ന്റെ സ്ക്വയർ 1/4. ഇതും കൂടെ കട്ട് ചെയ്യാം. 2 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 1/2 പ്ലസ് ഇതും കൂടെ കട്ട് ചെയ്താൽ 1 കിട്ടും. 1ഉം അരയും കൂടെ കൂട്ടിയാൽ 1.5. 1.5 നമ്മൾ വിളിക്കുന്ന പേരാണ് 3/2. നമ്മുടെ RHS എന്ന് പറയുന്ന ഭാഗം നമുക്ക് കിട്ടി. കണ്ടല്ലോ. അരെ ഈ രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മുടെ ആൻസർ കണക്കാക്കണം. കണ്ടല്ലോ, ഈ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ കണ്ടുപിടിക്കണം. അതിൽ അറിയാൻ വയ്യാതെ വരുന്ന ആംഗിൾ ഇങ്ങോട്ട് മാറ്റി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് കൊടുത്ത് നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം ഇങ്ങനത്തെ പ്രോബ്ലംസും കൂടെ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. അടുത്തതെന്ന് പറയുന്നത് സൈൻ 15 ഡിഗ്രി. സൈൻ 15 ഡിഗ്രി ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ഇതിൻ്റെ ചോദ്യം ഒരെണ്ണം കാണും. സൈൻ 15ന് നമുക്ക് ഇങ്ങനെ മാറ്റാം മക്കളെ. സൈൻ 45 - 30 എന്നെടുക്കാം. സൈൻ 15 ഡിഗ്രി എന്ന് പറയുന്നത് എന്തുവാണ്? സൈൻ 45 - 30. ഇത് സൈൻ A - B, സൈൻ A - B ഫോമിലാണ് കിടക്കുന്നത്. അന്നേരം നമുക്ക് എടുക്കാം സൈൻ A കോസ് B മൈനസ് കോസ് A സൈൻ B. കണ്ടല്ലോ, സൈൻ A - B എന്ന് പറയുന്നത് എന്തുവാ മക്കളെ? സൈൻ A കോസ് B. ഇത് A 45 B 30. സൈൻ A കോസ് B മൈനസ് കോസ് A സൈൻ B. സൈൻ 45ന്റെ വില 1/√2. കോസ് 30ന്റെ വില √3/2 മൈനസ് കോസ് 45ന്റെ വില 1/√2. സൈൻ 30ന്റെ വില 1/2. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ കിട്ടും മക്കളെ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 × √3 √3/2 × √2 2√2 മൈനസ് 1 × 1 1/2 × √2 2√2. നമുക്ക് എന്ത് ചെയ്യാം?
ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ എഴുതിയിട്ട് ന്യൂമറേറ്റർ നമുക്ക് കുറച്ചെഴുതാം √3 - 1. ഇതാണ് അതിൻ്റെ ആൻസർ. √3 - 1/2 √2. √3 - 1/2 √2. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. sin 15. പിന്നെ ഇവിടെ ചോദിക്കുന്ന മറ്റൊരെണ്ണമാണ് cos 15. അത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ഒരിത്തിരി ബുദ്ധിമുട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് tan 15. അതായത് sin 15 പഠിക്കണം, cos 15 പഠിക്കണം. അടുത്ത നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് tan 15. tan 15നെ നമുക്ക് ഇങ്ങനെ മാറ്റാം മക്കളെ, tan 45 - 30. ഇതിൻ്റെ ഇക്വേഷൻ tan A - tan B divided by 1 plus tan A tan B. tan A minus B ഇക്വേഷൻ tan A minus tan B divided by 1 plus tan A tan B. ഇതാണ് tan A minus B ഇക്വേഷൻ. എന്നിട്ട് tan 45 1, tan 30ൻ്റെ വില 1/√3 all divided by 1 plus tan 45ൻ്റെ വില 1 ഇൻറ്റു ഇതിൻ്റെ വില 1/√3. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടെ എടുക്കുമ്പോൾ 1 മൈനസ് 1/√3. ഇവിടെ 1 പ്ലസ് 1 ഇൻറ്റു 1 1/√3. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് എൽസിയം എടുക്കാം. ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. 1 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3. ക്രോസ് ഗുണിക്കുമ്പോൾ √3, ഇങ്ങനെ ഗുണിക്കുമ്പോൾ -1 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെയും എൽസിയം എടുക്കുമ്പോൾ √3 + 1/√3. അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. 1 ഇൻറ്റു √3 ക്രോസ് ഗുണിച്ച് ആഡ് ചെയ്യുന്നു. √3യും √3യും അങ്ങ് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ആൻസർ √3 - 1/√3 + 1. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഇങ്ങനെ എഴുതിയിട്ട് ഒരു മാർക്ക് തരത്തില്ല നമുക്ക്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുന്നതിന് ശ്രദ്ധിച്ചോണം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് ഇതാണ്ട് ഈ പ്ലസ് മൈനസ് ആക്കണം. നമ്മൾ കോംപ്ലക്സ് നമ്പറിനകത്ത് പഠിക്കുന്ന ഇതിൻ്റെ ചിഹ്നം അതായത് ഓപ്പോസിറ്റ് ആക്കി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് √3 - 1/√3 + 1. ഈ ഡിനോമിനേറ്ററിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ട്, അതായത് മധ്യഭാഗത്തുള്ള സൈൻ ചേഞ്ച് ചെയ്തിട്ട് ന്യൂമറേറ്ററിലും മൾട്ടിപ്പിൾ ചെയ്യണം, ഡിനോമിനേറ്ററിലും മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ നോക്കിയ മക്കളെ, ന്യൂമറേറ്ററിൽ നമുക്ക് √3 - 1² ഡിവൈഡഡ് ബൈ ഇത് √3 + 1 ഇൻറ്റു √3 - 1. ഇതെന്ന് പറയുന്നത് a - b² ആണ്. a - b² a² - 2ab + b². ഇത് a + b ഇൻറ്റു a - b ആണ്. a + b ഇൻറ്റു a - b is equal to a² - b². ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. a² √3യുടെ സ്ക്വയർ 3 a² -2ab 2√3 ഇൻറ്റു 1 2√3 കണ്ടല്ലോ, -2ab പ്ലസ് b² 1ൻ്റെ സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ a + b ഇൻറ്റു a - b a² - b² √3യുടെ സ്ക്വയർ 3 1ൻ്റെ സ്ക്വയർ 1 മൂന്നും ഒന്നും കൂടെ ആഡ് ചെയ്താൽ 4 -2√3/2. ഒന്നെങ്കിൽ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് മാറ്റുക. അങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക. 4/2 - 2√3/2. അതാണ്ട് ഇതും ഇതും കൂടെ വെട്ടിയാൽ 2 കിട്ടും. ഇതും ഇതും അങ്ങ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ആൻസർ 2 - √3 എന്ന് കിട്ടും. ആൻസർ എന്തുവാണ്? 2 - √3. ഇത് എഴുതി വെച്ചെങ്കിലേ അവർ നമുക്ക് മാർക്ക് തരുത്തുള്ളൂ. കണ്ടല്ലോ, അതിലെന്താണ് tan 15 എന്ന് പറയുന്നത്? tan 45 - 30 നിർത്തിട്ട് tan A - tan B ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan A tan B. അത് വെച്ച് സിംപ്ലിഫൈ ചെയ്ത് താഴോട്ട് വന്നപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി മക്കളെ? 2 - √3 എന്ന് കിട്ടി. അത് നമ്മളിവിടെ tan 45 1, tan 30 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 45 1, tan 30 1/√3
നമ്മൾ കൊടുത്ത് താഴോട്ട് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 2 - √3 എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൻസർ. കണ്ടേ, ഇത് നിങ്ങൾ പഠിച്ചുകൊള്ളണം. കണ്ടേ, നല്ല രീതിയിൽ ഇത് പഠിച്ചുകൊള്ളണം. ടാൻ 15 സൈൻ 15 കോസ് 15. കോസ് 15ഉം സൈൻ 15ഉം ഒരുപോലെ തന്നെ ചെയ്യാം. ടാൻ 15 മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. ഇനി നമുക്ക് പഠിക്കേണ്ടത് കോസ് 75. കോസ് 75. കോസ് 75 നിങ്ങൾ ചെയ്തു നോക്കണം. അതായത് 45 + 30. കണ്ടല്ലോ, എങ്ങനെ എടുക്കാം നമുക്ക്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇത് 45. കോസ് 45 1/√2. കോസ് 30 പറയുന്നത് √3/2 മൈനസ് സൈൻ 45 1/√2 സൈൻ 30 1/2. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ √3, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ 2√2 മൈനസ് 1/2√2. ആൻസർ ഈസ് √3 - 1/2√2. സൈൻ 15ൻ്റെ വില തന്നെ കിട്ടും. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? ഇതിൻ്റെ വില കണ്ടുപിടിക്കുന്നത്. കണ്ടേ, അതിനാൽ ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. ഇതുപോലെ തന്നെ സൈൻ 75 പഠിക്കണം, ടാൻ 75 പഠിക്കണം. ടാൻ 75 ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ സിംപ്ലിഫൈ ചെയ്യണം. 2 + √3 എന്ന ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ ഇതാണ്. ഇത് നിങ്ങൾ ഈ 6 എണ്ണം നിങ്ങളൊന്ന് പഠിച്ചു വച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് പഠിച്ചു വച്ചിരിക്കണം. കണ്ടല്ലോ, ഇനി നമുക്ക് പറയാനുള്ളത് ഈ പഠിച്ച സൈൻ എ + ബി അതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോളുക. പ്രൂവ് ദാറ്റ് cos π/4 - x cos π/4 - y മൈനസ് sin π/4 - x sin π/4 - y ഈക്വൽ ടു ആൻസർ sin x + y. cos π/4 - x cos π/4 - y മൈനസ് sin π/4 - x sin π/4 - y is equal to sin x + y എന്ന ആൻസർ കിട്ടണം. ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ദാണ്ട് ഇതിനെ ഞാൻ ഇങ്ങ് എടുക്കുന്നു. എന്തെന്ന് വിളിച്ചു? ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് വിളിച്ചു. കണ്ടല്ലോ, ലെഫ്റ്റ് സൈഡ് ഞാൻ ഇങ്ങെടുത്തു. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞപ്പോൾ നോക്കിയത്, ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ ബി എന്ന് വിളിച്ചു. ഇതേ ആൻസർ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. ഇത് എ, ഇത് ബി. നോക്കിയേ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ അർത്ഥം കോസ് എ + ബി ആണ്. അതായത് എ എന്ന് പറയുന്നത് ഇത് എ പ്ലസ് ബി ആരാണ്? π/4 - y. കണ്ടല്ലോ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കണ്ടല്ലോ, ഞാൻ ഈ കിടക്കുന്ന ആംഗിളിനെ എയിലും ബിയിലോട്ടും കൺവേർട്ട് ചെയ്തു. ആരെ നോക്കിയേ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ അർത്ഥം കോസ് എ പ്ലസ് ബി. എ പ്ലസ് ബി. കണ്ടേ, കണ്ടേ, ഞാൻ അതങ്ങ് മാറ്റിയിട്ട് കോസ് π/4ഉം π/4ഉം കൂടെ ആഡ് ചെയ്യണം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുന്നു, പൈയും പൈയും കൂടെ കൂട്ടുമ്പോൾ 2π. ബാലൻസ് ഒരു -x, ബാലൻസ് ഒരു -y. കണ്ടല്ലോ മക്കളെ, π/4ഉം π/4ഉം കൂടെ കൂട്ടുന്നതിന് ഡിനോമിനേറ്റർ 4 കോമൺ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ആഡ് ചെയ്തു, പ്ലസ് പൈയും പൈയും രണ്ടും കൂടെ ആഡ് ചെയ്യണം. പൈയും പൈയും കൂടെ കൂട്ടുമ്പോൾ 2π. പിന്നെ ഒരു -x, പിന്നെ ഒരു -y. താണ്ടേ, ഇതും കൂടെ കട്ട് ചെയ്യാം. അതിന് എത്ര കിട്ടി? 2 കിട്ടി. അതിന് നമുക്ക് മക്കളെ ഇങ്ങനെ എഴുതാം, കോസ് π/2
രണ്ടിടത്തും ഓരോ മൈനസ് ഉണ്ട്, ഒരു മൈനസ് കോമൺ ആയിട്ട് മാറ്റി. ബാലൻസ് എക്സ്, അടുത്തത് പ്ലസ് വൈ. കണ്ടല്ലോ? ഇപ്പോഴാരായി മക്കളെ? π/2 ആംഗിളായി. കണ്ടോ? π/2 ആംഗിൾ വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു π/2 ആംഗിളാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ ആരായിരിക്കും മക്കളെ? കോ ഫംഗ്ഷൻ ആയിരിക്കും. π/2 ആംഗിൾ ആണെങ്കിൽ ആൻസർ ആരാണ്? കോ ഫംഗ്ഷൻ ആയിരിക്കും. കോസിൻ്റെ കോ നമ്മൾ അവിടെ എഴുതിയായിരുന്നു. കോസിൻ്റെ കോ ആരാ മക്കളെ? സൈനാണ്. കോസിൻ്റെ കോ ആരാ? സൈന. നമ്മൾ ഇക്വേഷൻ ഒന്നും കാണാൻ പഠിക്കാനൊന്നും പോകണ്ട. π/2 ആംഗിൾ വന്നാൽ കോ ഫംഗ്ഷൻ, പൈ ആംഗിൾ വന്നാൽ സെയിം ഫംഗ്ഷൻ. തീർന്നു. 48 ഇക്വേഷൻ കാണാൻ പഠിച്ചു നമ്മൾ ഈ പറഞ്ഞ നിമിഷം കൊണ്ട്. അത് നോക്കിയേ, π/2 ആംഗിൾ വന്നപ്പോൾ കോ ഫംഗ്ഷൻ. കോസിൻ്റെ കോ ആരാ മക്കളെ? സൈൻ. ആംഗിൾ ഇവിടെ ആരാ മക്കളെ? എക്സ് പ്ലസ് വൈ. കണ്ടല്ലോ? എന്നിട്ട് നോക്കിയേ, π/2 ഇത് π/2 മൈനസ് തീറ്റ. ഏതാ π/2 മൈനസ് തീറ്റ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്. അന്നേരം ആൻസർ എന്താ? പോസിറ്റീവ്. നോക്കിയേ, നമ്മുടെ ആൻസർ പ്രൂവ് ചെയ്യാൻ തന്നെടുത്ത് ഇവിടെയും സൈൻ എക്സ് പ്ലസ് വൈ എന്നല്ലേ മക്കളെ നമ്മൾ എഴുതി വെച്ചിരുന്നത്? ആണല്ലോ. അന്നേരം നമുക്ക് ഈക്വൽ ടു എന്തെന്നെടുക്കാം? RHS. കണ്ടോ? അന്നേരം ആദ്യം എഴുതൂ. LHS ഞാനിങ്ങ് എടുത്തു. LHS എന്ന് പറയുമ്പോൾ ഇതങ്ങ് മായ്ച്ചു കളയണം. കണ്ടല്ലോ? അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്ത്? LHS കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ പ്ലസ് ബി. കണ്ടല്ലോ? എ ആരാണ്? π/4 മൈനസ് എക്സ്. ബി ആരാണ്? π/4 മൈനസ് വൈ. അവിടെയും കിടക്കുന്ന അത് തന്നെ. കണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് തമ്മിൽ ആഡ് ചെയ്തു. π/4ഉം π/4ഉം 2π/4. മൈനസ് എക്സ് താത്തിറക്കി, മൈനസ് വൈയും താത്തിറക്കി. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ π/2 ആംഗിൾ വന്നു. π/2 ആംഗിൾ വരുമ്പോൾ ആൻസർ കോ ഫംഗ്ഷൻ. കോസിൻ്റെ കോ ആരാ? സൈൻ. ആംഗിൾ ആരാ? എക്സ് പ്ലസ് വൈ. ക്വാഡ്രന്റ് നോക്കി, ഓൾ പോസിറ്റീവ്. ദാണ്ടടാ പോസിറ്റീവ്. ആൻസർ എന്താണ്? RHS നമുക്ക് കിട്ടി. മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇവിടം വരെ നിൽക്കുന്നു. ഇന്ന് ക്ലാസ് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ച ഭാഗം വീണ്ടും കാണാം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന അല്ലെ ക്ലാസ് വീക്ഷിക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ തുടർച്ചാ ഭാഗവുമായിട്ട് വീണ്ടും കാണുന്നു. ഇന്ന് ഇവിടം വരെ നിൽക്കട്ടെ. നന്ദി, നമസ്കാരം.